ഹേ ഗായ്സ്, ഡ്രീംസ് ഓൺ ട്രാക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എക്സ്പൾസ് ഫുള്ളി റേസ് കണ്ടീഷനിലേക്ക് ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അതിനുവേണ്ടി തന്നെ നമ്മൾ റേസ് ഓടിക്കാൻ വേണ്ടി എടുത്തേക്കണായിരുന്നു. നമുക്ക് എന്തായാലും അത് ചെയ്തേ പറ്റുള്ളൂ. ഗായ്സ്, ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുക്കണേക്ക് മുമ്പ് വിചാരിച്ചത് ഫസ്റ്റ് സർവീസ് 500 കിലോമീറ്ററിൽ തന്നെ നേരെ കൊണ്ട് ഫസ്റ്റ് സർവീസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നേരെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുവരാം, ഫുൾ അഴിക്കുക, എല്ലാം സെറ്റ് ചെയ്യുക, ഫുള്ളി റേസ് കണ്ടീഷൻ ആക്കാമെന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. പിന്നെ നമ്മൾ വണ്ടിയുടെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൊയമ്പായിരുന്നു. അത് കഴിഞ്ഞ് പെരുന്നാൾ വന്ന്, അതും കഴിഞ്ഞ് കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ആയിരുന്നു. കസിൻ സിസ്റ്ററാണ്. അതിൻ്റെയൊക്കെ ഓട്ടത്തിൽ അപ്പോൾ നമ്മൾ 500 കിലോമീറ്ററിൽ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് നേരെ വണ്ടി ഫുൾ അഴിക്കണം, എല്ലാം സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ നൊയമ്പ്, കല്യാണം, പെരുന്നാൾ എല്ലാം കൂടി വന്നപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കരുതി വച്ചിരുന്ന കുറച്ച് പൈസ ഉണ്ടായി. അത് അങ്ങാട് മാറിപ്പോയി. കല്യാണം വന്നപ്പോൾ കുറച്ച് പൈസ പൊട്ടി. ഇവന്ന ഏപ്രിൽ 28 ഷൊർണൂർ ഒരു ഇവൻ്റ് നടക്കുന്നുണ്ട്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഉള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യണത്. ഗൈസ്, പറ്റുമില്ലെന്ന് അറിയാൻ പാടില്ല. ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം നടക്കുള്ളൂ. കാശില്ലെങ്കിൽ നമുക്കിങ്ങനെ ഇടയ്ക്ക് വെറുതെ ഏതെങ്കിലുമൊക്കെ ട്രാക്കിൽ പോയി വീഡിയോ കൊടുത്ത് ഒരു റീല അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസൊക്കെ ഇടാം. നമുക്ക് റേസ് ഓടിച്ച് പ്രോപ്പറായിട്ട് റേസ് ഓടിക്കണം, വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം, വണ്ടിയിൽ ഒരുപാട് പൈസ മുടക്കണം. പിന്നെ എല്ലാത്തിനുപരി നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളൊരു മൈൻഡ് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഗൈസ്, ഞാനപ്പോൾ കൂടുതൽ വലിച്ചിട്ടുള്ള നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വണ്ടി അഴിക്കാം. നമ്മളപ്പോൾ വണ്ടി അഴിച്ചിട്ട് ഈ ഫ്രണ്ടിലത്തെ മീറ്റർ, അതേപോലെ ഹെഡ്ലൈറ്റ്, അങ്ങനെ വണ്ടിയുടെ നല്ല സാധനങ്ങളില്ല, ഇപ്പോൾ എല്ലാം പുതിയതാണല്ലോ. അപ്പോൾ നമ്മൾ അഴിക്കണ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്ടി ആക്രി കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം വണ്ടിയിൽ നിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം അഴിച്ച് ആ പെട്ടിയിലാക്കി കറക്റ്റ് പാക്ക് ചെയ്ത് വെക്കണം. കാരണം നമുക്കിനി എന്തെങ്കിലും ഒരു ദിവസം ഈ സാധനങ്ങളൊക്കെ ആവശ്യം വന്നാൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് സമയങ്ങളേതാ വേഗം വണ്ടി അഴിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മളങ്ങനെ മീറ്റർ അഴിച്ചെടുത്ത് ഇനി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അഴിക്കണം. ഇപ്പോൾ മീറ്ററിൻ്റെ സോക്കറ്റൊക്കെ കുറച്ചും കൂടി പുതിയ ടൈപ്പിലൊക്കെ ഉണ്ട് വന്നേക്കണം. ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കണ മോഡലാണ്. പണ്ടിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് വലിച്ചു വീരെടുക്കലായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ഫ്രണ്ടിലുള്ള സാധനങ്ങളൊക്കെ അഴിച്ച് ഇനി ഹാൻഡിൽ ബാർ അഴിച്ച് മാറ്റണം. അതിന് മുമ്പ് ഹാൻഡിൽ മേന് ഇതൊക്കെ അഴിക്കാനുണ്ട്. അപ്പോൾ പയ്യെ നോക്കി ഓരോന്നായിട്ട് നമുക്ക് അഴിച്ചെടുക്കാം. അങ്ങനെ വണ്ടി അഴിച്ചഴിച്ച് ഇപ്പോൾ വണ്ടി ഇത്രയായി. ഇനിയും കുറയും.
ഇനിയും ചെറുതാവും വണ്ടി. എന്തൊക്കെ അഴിച്ചതെന്നുള്ളത് ഞാൻ ലാസ്റ്റ് എല്ലാം കൂടി വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒറ്റക്കായതുകൊണ്ട് അഴിക്കുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും ആരുമില്ല, അതാണ്. അത് നമ്മൾ വണ്ടിയുടെ ബാക്കിലത്തെ സാധനം അഴിച്ച് ഇനി ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് കളയാനുണ്ട്. ഇത് അടിയിൽ വെച്ച് കട്ട് ചെയ്ത് കളയണം. ഈ സാധനം ഇത്രയും കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ഇങ്ങനെ പുറകിലോട്ട് പൊന്തിക്കും. അപ്പം അത് കട്ട് ചെയ്തിട്ടില്ല ഗായ്സ്. നമ്മളങ്ങനെ വണ്ടിയുടെ ബാക്ക് കട്ട് ചെയ്ത് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിൽ ഓൾട്ടർ ചെയ്ത് പിടിപ്പിക്കണം. അതിന് കുറച്ച് പണിയുണ്ട്. അത് സെറ്റ് ചെയ്തിട്ട് ബാക്കി വീഡിയോ എടുക്കുക ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടി ഒടുവിൽ ഈ കോലം വരെയായി. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്നറിയാൻ സ്റ്റേ ട്യൂൺഡ്.